അതൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ വിളിക്കണം. ഹലോ. ശാരദാമേ, രാവതാരാ. എന്താ രാഘവേട്ടാ? പിന്നെ ശാലിനിയുടെയും വിഷ്ണുവിന്റെ വിവാഹ വാർഷികം മെയ് മാസത്തിലാ. നമ്മളെ അത് ആർഭാടപൂർവ്വം അങ്ങ് ആഘോഷിക്കുവാ. കാര്യങ്ങളൊക്കെ നോക്കാനേ മുൻപന്തിയില് ശാരദാമനം നിൽക്കണം. അല്ല, വരുന്നവർക്കുള്ള ഭക്ഷണവും ശാരദാമനം ഉണ്ടാക്കണം. അതൊന്നും വേണ്ട രാഘവേട്ടാ. ശാലിനിക്ക് അല്ലെങ്കിലും വലിയ ജോലി തിരക്കല്ലേ. അതിനിടയ്ക്ക് എങ്ങനെ ഇതിനൊക്കെ വേണ്ടി ലീവ് എടുക്കുന്നേ? ഇനിയിപ്പോ നിർബന്ധപൂർവ്വം എടുപ്പിച്ചാൽ തന്നെ അതവളുടെ ജോലിയെ ബാധിക്കില്ലേ? നമ്മളുടെ ഒരു ചെറിയ സന്തോഷത്തിന് വേണ്ടി അവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കണോ? അതെ ശാരദാമേ, ഇത് ഞാൻ തീരുമാനിച്ച കാര്യമോ? ഇതിനൊരു മാറ്റമില്ല. പിന്നെ രോഹിത്തിനോടും ശ്യാമയോടും ശാരിയോടും ഒക്കെ പറയണം. അല്ല, പറഞ്ഞാൽ മാത്രം പോരാ, അവരെ കൂട്ടിക്കൊണ്ട് വരെയും വേണം. ഞാനേ ഭാമയ്ക്ക് കൊടുക്കാം. ഭാമേ, കാര്യങ്ങൾ സംസാരിക്കും. ഇനി അധികം ദിവസങ്ങളൊന്നുമില്ലല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നേ ഇപ്പൊ തന്നെ ഒരു ധാരണയിലെത്തണം. സംസാരിക്കുന്നത് അങ്ങോട്ട് പിടിച്ചു സംസാരിക്കുന്നു. സംസാരിക്കും ഭാമ അങ്ങോട്ട്. എന്തേ ശാരദാമേ, ഞാൻ പലതും പറഞ്ഞു നോക്കി, അതിലൊന്നും ആളടുക്കുന്നില്ല. വിഷ്ണുവിന്റെ സ്ഥാനത്ത് ശിവനെ ശാലിനി നിർത്തുമെന്ന് സത്യാമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ചുമ്മാ അച്ഛന്റെ സന്തോഷത്തിനാണെന്ന് പറഞ്ഞാലൊന്നും അവള് സമ്മതിക്കില്ല. ഇത് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു മുടക്കുക നിവൃത്തിയുള്ളൂ. രാഘവേട്ടൻ ഭയങ്കര സന്തോഷത്തില. ശിവനെ വിഷ്ണുവായി കണ്ടപ്പം നമ്മൾ പറഞ്ഞു തിരുത്തണമായിരുന്നു. ഇനിയിപ്പോ പെട്ടെന്ന് തിരുത്താൻ പോയാ എന്താ ഉണ്ടാവുമെന്ന് പറയാനും പറ്റില്ല. എന്തുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ആഘോഷം ആ വീട്ടിൽ നടക്കാൻ പാടില്ല സത്യാമ്മേ. വിഷ്ണുവേട്ട, എനിക്കായിട്ട് കരുതി വെച്ചിരുന്നത് ഇതൊക്കെയായിരുന്നു. ഓർമ്മിക്കാനായിരുന്നെങ്കിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. ഞാൻ മരിച്ചാലും തീരാത്ത ഓർമ്മകള്. യവന് ജീവനുണ്ടോടാ? ഉണ്ട് സർ. എന്നാ ഒന്ന് കാണിച്ച്. ഉണ്ട്. അപ്പോ സംഗതി പോയിട്ടില്ല. സ്വാമി, അപ്പൊ യവന് നല്ല ആയുസുണ്ട്. അത് ഡോക്ടർ ആയതുകൊണ്ടാ. നാളെ മിടുക്കനായ ഒരു ഡോക്ടറായി വരികയാണെങ്കിൽ ഒരുപാട് പേരുടെ ആയുസ് പിടിച്ചു നിർത്തേണ്ട ഒരാളല്ലേ. അപ്പൊ പിന്നെ യവൻ ജീവിക്കട്ടെ അല്ലേ? അതെ, എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിക്കട്ടെ. പൊയ്ക്കോളണം.
എന്റെ മകളുടെ കൺവെട്ടത്ത് നിന്റെ നിഴല് പോലും വരാൻ പാടില്ല. സ്വാമി, ഈ പണവും കൊണ്ട് എത്രത്തോളം ദൂരേക്ക് പോകാമോ അത്രത്തോളം ദൂരേക്ക് പോക്കോണം. എത്രത്തോളം ദൂരേക്ക് നീ പോകുന്നോ അത്രത്തോളം നിനക്ക് ആയുസ് കൂടും. കേട്ടല്ലോ? ഇല്ലെങ്കിൽ ഇനി ഒരു പറച്ചിലില്ല. തീർത്ത് കളയൂന്ന് പറഞ്ഞ ഞാൻ അങ്ങ് തീർക്കും. എനിക്ക് വലുത് എന്റെ അഭിമാനവും എന്റെ മക്കളുമാ. അവരുടെ ലൈഫിന് മുകളിൽ കയറി കളിക്കാൻ ആര് ശ്രമിച്ചാലും ഞാൻ ചുമ്മാ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. എടാ, നിന്നെ പോലെ ഒരുത്തന് ഏത് വകയിലടാ ഞാൻ എന്റെ മോളെ കെട്ടിച്ചു തരുന്നത്? എടാ, മാണിക്കോത്തെ മരുമകനാകാനുള്ള എന്ത് യോഗ്യതയാടാ നിനക്കുള്ളത്? എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കണം. ഇനി നിനക്ക് പുറത്തേക്ക് പോണോ? അതിന് മഹേന്ദ്രൻ അവസരം ഉണ്ടാക്കി തരാം. ജോലിയാണെങ്കിൽ അങ്ങനെ എന്ത് വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ ഒരുങ്ങും. പക്ഷേ കേരളത്തിൽ നീ ഇനി നിൽക്കാൻ പാടില്ല. നിർത്തില്ല ഞാൻ. അവൻ ഒരിടത്തേക്കും പോകുന്നില്ല.